മലയാളിക്ക് ഇളം മഞ്ഞിൻ്റെ കുളിരുമായി എത്തിയ ഗാനങ്ങളുടെ രചയിതാവായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. 1947 ആലപ്പുഴയിലെ മങ്കൊമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഗാനരചന, സംഭാഷണം, തിരക്കഥ തുടങ്ങിയവയിൽ 250ഓളം ചിത്രങ്ങൾക്ക് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ തൂലിക ചലിപ്പിച്ചു. 1974 പുറത്തിറങ്ങിയ അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിലെ ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോൾ എന്ന ഗാനം അദ്ദേഹത്തെ മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭരായ ഗാനരചയിതാക്കൾക്കൊപ്പം അടയാളപ്പെടുത്തി. പ്രശസ്ത സംവിധായകൻ ഹരിഹരൻ്റെ ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതലും മങ്കൊമ്പ് ഗാനരചന നടത്തിയത്. മലയാളിയുടെ ഹൃദയം കവർന്ന ഗാനങ്ങൾ സമ്മാനിക്കവേ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിറ്റുകളായ അന്യഭാഷാ ചിത്രങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ അവയ്ക്ക് തിരക്കഥയും സംഭാഷണവും ഗാനരചനയും നിർവഹിച്ച് അദ്ദേഹം ചലച്ചിത്ര ലോകത്ത് തൻ്റേതായ മറ്റൊരു വഴി തെളിയിക്കുകയായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡബ്ബിംഗ് ചിത്രങ്ങൾക്ക് സംഭാഷണവും ഗാനങ്ങളും രചിച്ച റെക്കോർഡും മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ പേരിലാണ്. ബാഹുബലി എന്ന ചിത്രത്തിൻ്റെ 2 ഭാഗങ്ങളും RRR, ഈ ടാക്സി, യാത്ര, ധീര, ഈച്ച തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് മങ്കൊമ്പിൻ്റെ രചനയിലൂടെയാണ്. മഹാരഥന്മാരായ സംഗീത സംവിധായകർക്കൊപ്പം തൻ്റെ ഗാനങ്ങളുമായി കൂട്ടുകൂടാൻ മങ്കൊമ്പിന് സാധിച്ചിരുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. മലയാളത്തിലും തെന്നിന്ത്യയിലെ മറ്റു ഭാഷകളിലുമായി നിരവധി ഗാനങ്ങൾ മങ്കൊമ്പ് സമ്മാനിച്ചിട്ടുണ്ട്. എന്നിഷ്ടം നിന്നിഷ്ടം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണനെ മലയാളത്തിൻ്റെ സംഗീതാസ്വാദകരുടെ കൂട്ടുകാരനാക്കി. ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിനു വേണ്ടി എഴുതിയ തൊഴുകൈ കൂപ്പി ഉണരും എന്ന ഗാനവും മയൂഖം എന്ന ചിത്രത്തിലെ ഈ പുഴയും കുളിർക്കാറ്റും തുടങ്ങിയ ഗാനങ്ങളും മങ്കൊമ്പിൻ്റെ രചനാവൈഭവത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ജി ദേവരാജനും വി ദക്ഷിണാമൂർത്തിയും NK അർജുനൻ മാഷും ഇവരെല്ലാം സജീവമായിരുന്ന കാലത്തു തന്നെയാണ് ശങ്കർ ഗണേഷ്, രവീന്ദ്ര ജെയിൻ, ഇളയരാജ, കീരവാണി തുടങ്ങിയ ഇതര ഭാഷാ സംഗീത സംവിധായകർക്കൊപ്പം മങ്കൊമ്പ് ഗാനവിസ്മയങ്ങൾ ഒരുക്കിയത്. യേശുദാസും ജയചന്ദ്രനും ഒരുമിച്ച ഇവിടമാണീശ്വര സന്നിധാനം എന്ന ഗാനം ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങളിൽ വളരെ പ്രശസ്തമാണ്. ഉണ്ണിമേനോൻ, യേശുദാസ്, KS ചിത്ര ഇവർ 3 പേരും ഒരുമിച്ച ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിലെ ഒരു പുന്നാരം കിന്നാരം എന്ന ഗാനം മലയാള സംഗീതത്തിൻ്റെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചവയാണ്. യുദ്ധഭൂമി എന്ന ചലച്ചിത്രത്തിലെ ആഷാഢമാസം ആത്മാവിൻ മോഹം എന്ന ഗാനം മൂളാത്ത മലയാളികൾ അധികമുണ്ടാവില്ല. ഒരു തലൈ രാഗത്തിലെ വാസമില്ല മലറിത്, ഈശ്വരൻ്റെ കോവിലിലാകെ തുടങ്ങിയ ഗാനങ്ങൾ ഹിറ്റുകളായിരുന്നു. ബാഹുബലിയിലെ മുകിൽ വർണ്ണ മുകുന്ദ എന്ന ഗാനവും ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ പാട്ടാണ്. മലയാളിയുടെ സംഗീതാസ്വാദനത്തിലേക്ക് ഒട്ടനവധി ഗാനങ്ങൾ ഗൃഹാതുരതയോടെ നൽകിയ പ്രശസ്ത ഗാനരചയിതാവ് വിട പറഞ്ഞു പോകുമ്പോൾ മലയാളിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന മലയാള തനിമയുള്ള വാക്കുകളിലൂടെ ഹൃദയത്തിലേക്ക് കയറാൻ കഴിയുന്ന വരികൾ കൊണ്ട് മലയാള സംഗീതത്തെ സമ്പന്നമാക്കിയ നിരവധി ഗാനരചയിതാക്കൾക്കൊപ്പം മറ്റൊരു പ്രതിഭ കൂടി വിടവാങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ആദരാഞ്ജലികൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.